കഴക്കൂട്ടത്തെ 13 വയസ്സുകാരിയുടെ തിരോധാനത്തിൽ കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനിലും പരിശോധന നടക്കുകയാണിപ്പോൾ. കുട്ടി തിരിച്ച് തമ്പാനൂരിലേക്ക് വരാനുള്ള സാധ്യത പോലീസ് പരിഗണിക്കുന്നു. നെയ്യാറ്റിൻകര, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ പോലീസ് പരിശോധന നടത്തുന്നു. ഹരികൃഷ്ണൻ തിരുവനന്തപുരം ബസ് സ്റ്റേഷനിൽ നമുക്കൊപ്പം ചേരുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഹരികൃഷ്ണൻ ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഷ്മി, ഹരികൃഷ്ണൻ, നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭിക്കാനുണ്ടോ? കാരണം ഈ കുട്ടി മടങ്ങി വരുന്നു എന്നുള്ളൊരു സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ടോ? എസ് കെ, അല്പസമയം മുമ്പ് നമ്മൾ ACPയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ സാധ്യതകളും, അതായത് സാധ്യമായ എല്ലാ തെരച്ചിലുകളും നടത്തുകയാണ്. ഈ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണന. അതിനുവേണ്ടി സാധ്യമായ എല്ലാ തെരച്ചിലുകളും നടത്തുക എന്നുള്ളതാണ്. ഈ കുട്ടി ഈ കന്യാകുമാരിയിൽ എത്തി എന്നുള്ളതിൽ അതിൽ സ്ഥിരീകരണമുണ്ട്. പക്ഷേ അതെവിടെയാണോ എങ്ങനെയാണോ എന്നൊന്നും അറിയില്ല എന്നുള്ളതാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ കുട്ടി തിരിച്ച് തമ്പാനൂരിലേക്കോ മറ്റോ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഈ കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനിലും മറ്റു പരിശോധന നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നീക്കം. അതുമായി ബന്ധപ്പെട്ട RPFുമായി സംസാരിച്ചിരുന്നു. അത്തരം പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ നെയ്യാറ്റിൻകര, അതേപോലെ തന്നെ തമ്പാനൂർ, ഈ കന്യാകുമാരിക്കും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങളടക്കം ഇന്നലത്തെ പരിശോധന പോലെ തന്നെ വീണ്ടും പരിശോധന നടത്താനുള്ള ഒരു നീക്കം കൂടിയാണ് അവർ നടത്തുന്നതെന്നുള്ളതാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഏറ്റവും പ്രധാനമായി കുട്ടിയെ കണ്ടെത്തുക എന്നുള്ള പ്രഥമ പരിഗണനയാണ്. അത് വെച്ചിട്ട് ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും വ്യാപകമായ തെരച്ചിൽ അത് നടത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധനയ്ക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലായിടത്തും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നിന്നും 8:30 അതായത് 8:45 ഒരു കൊല്ലം പാസഞ്ചർ, അതായത് കന്യാകുമാരിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന പാസഞ്ചർ, അതിലും പരിശോധന നടത്തുന്നുണ്ട്. എല്ലാ ബോഗികളും പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ആ തരത്തിൽ തമ്പാനൂരിലേക്ക്, തിരുവനന്തപുരത്തേക്ക് ഈ കുട്ടി, ഈ കാണാതായ 13കാരി, കഴക്കൂട്ടത്തു നിന്നും കാണാതായി 13കാരി വരാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് അവിടെയും പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സാധ്യമായ എല്ലാ തെരച്ചിലുകളും, വ്യാപകമായ തെരച്ചിൽ നടത്താനാണ് പോലീസിന്റെ നീക്കം എന്നുള്ളതാണ് കഴക്കൂട്ടം പോലീസ് നമ്മളെ അറിയിക്കുന്നത്. താങ്ക് യു ഹരികൃഷ്ണൻ. തിരുവനന്തപുരം നിന്നാണ് ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ ബസ് സ്റ്റേഷനിലും ഒക്കെ തന്നെ വ്യാപകമായ തെരച്ചിൽ നടത്താനാണ് നമ്മുടെ പോലീസിൻ്റെ നീക്കം. ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ പോലീസിൻ്റെ അന്വേഷണത്തിനിടയിൽ നമ്മൾ ബൈറ്റ് എടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചില പ്രേക്ഷകർ ചോദിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ തസ്മീത്ത് എവിടെയാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ പോലീസിനെ നമ്മളോട് വെളിപ്പെടുത്താൻ സാധ്യതയുള്ള ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഒരുപക്ഷെ ഈ അന്വേഷണത്തെ സഹായിക്കാൻ കഴിയും. മാധ്യമങ്ങൾ, നമ്മൾ പ്രത്യേകിച്ച് 24 പുറത്തുവിട്ട ചിത്രം തന്നെയാണ് ഈ ബബിത നേരിട്ട് സ്ഥിരീകരിക്കുകയും അതുപോലെ ഈ കുട്ടിയുടെ പിതാവ് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മളുടെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു കാരണവശാലും ഇടപെടില്ല. മറിച്ച് പോലീസിൻ്റെ അന്വേഷണം ത്വരിതപ്പെടുത്തുവാനും പോലീസിന് നിർണായകമായി എന്തെങ്കിലും ലീഡ് നൽകാൻ കഴിയുമെങ്കിൽ അത് നൽകുകയും അതുപോലെ ഈ അന്വേഷണത്തെ സഹായിക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ നൽകുകയുമാണ് നമ്മൾ ചെയ്യുക. ഒരിക്കലും പോലീസിൻ്റെ അന്വേഷണത്തിന് സമാന്തരമായ ഒരു അന്വേഷണമായിരിക്കില്ല 24 നടന്നത്. 24ൻ്റെ കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. ഹാഷ്മി, SK, നമ്മൾ ഈ അബിഗെയിൽ സാറയുടെ തിരോധാന സമയത്തും സമാന ചോദ്യം നേരിട്ടവരാണ്. പക്ഷേ നമുക്ക് അത് കൊടുക്കാനുള്ള മറുപടി SK, പോലീസ് നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ നമ്മളോട് പറയൂ. അതല്ലാതെ ഒരൊറ്റ വാക്കുപോലും പോലീസ് മിണ്ടില്ല. നമ്മൾ കൂടെ ലോകം അറിയണം, അല്ലെങ്കിൽ അത് ലോകത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരണം, മലയാളിയുടെ ശ്രദ്ധയിലേക്ക് വരണം എന്ന് പോലീസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല അതൊന്നും പോലീസ് നമ്മളോട് പറയില്ല. അത് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഇനി അതല്ലാതെ ഏതെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ, അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതാണെങ്കിൽ നമ്മൾ ആ വാർത്ത കൊടുക്കില്ല എന്നുള്ളത് ഇപ്പോൾ മാത്രമല്ല, നമ്മൾ അബിഗെയിൽ സാറയുടെ ഉയൂരിലെ സംഭവത്തിൽ നമ്മൾ തെളിയിച്ചതാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആശങ്ക എന്തായാലും വേണ്ട.